ഹലോ ഗൈസ്, പുതുവഴിക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നാണ് നമ്മുടെ പള്ളിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നമ്മുടെ മ്യൂസിക്കൽ നൈറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ. സോ എന്തായാലും കുളിച്ച് റെഡി ആയിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അപ്പം അങ്ങനെ പള്ളിയിലത്തെ കുർബാന കഴിഞ്ഞപ്പോൾ അതേ ഇവിടെ നമ്മുടെ മ്യൂസിക്കൽ നൈറ്റിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആവുന്നുണ്ട്. സോ മ്യൂസിക്കൽ ബ്ലാസ്റ്റ് 2026 എന്നുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റാണ്, ചെയറുകളൊക്കെ റെഡിയാണ് ഗൈസ്. അങ്ങനെ ഇതേ നമ്മുടെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. സോ വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയിച്ചൊരു നടനാണ് മെയിനായിട്ട് ആങ്കറിങ് ചെയ്യുന്നുണ്ട്. സോ ആളുടെ ബാക്കി കാര്യങ്ങൾ ഇനി നിങ്ങൾ കാണുക. മികച്ച അവതരണം, മികച്ച സ്കിറ്റ്, മികച്ച പെർഫോമൻസ്, അങ്ങനെ ഏറ്റവും മികച്ച ടീമും രാജേഷ് കടവന്തറ ആൻഡ് ശശാങ്ക്. മികച്ച ഈ പടത്തിലെ ഡാൻസിന് അടിപൊളിയായിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ പരിപാടി ആദ്യം തുടങ്ങുന്നത് ഒരു ഭക്തിഗാനത്തോട് കൂടിയാണ്. സോ ഗൈസ്, അപ്പോൾ ഇനി ബാക്കി പരിപാടികൾ നിങ്ങൾ കാണും. ഞാൻ കുറച്ചായിട്ട് ക്ലിപ്സ് എടുത്തിട്ടുണ്ട് ഓരോ പാട്ടുകളുടെയും. അപ്പം നിങ്ങളത് കണ്ട് ആസ്വദിക്കും. ഗൈസ്, അപ്പം മണിച്ചേട്ടൻ്റെ നാട്ടിൽ ചാലക്കുടിയിൽ നിന്ന് വന്ന സിംഗർ ഇതേ നമ്മുടെ ഇടയിലേക്കൊക്കെ വന്നിട്ട് പാട്ടൊക്കെ പാടി വൈബാക്കുന്നുണ്ടായിരുന്നു. തുടക്കം എങ്ങനെയാണെന്നുള്ള അവര് നമുക്ക് തിരിച്ച് പാടിത്തരും. ഏതെങ്കിലും ഒരു പാട്ടിന്റെ പകുതി നിന്ന് പാടാമോ? റെഡി അല്ലേ? നിങ്ങള് പാടിത്തരൂലേ? റെഡി. രാവേറെയായിട്ടും തീരെ ഉറങ്ങാതെ പുലരും വരെ വരവീണയിൽ ശ്രുതി മീട്ടി എന്റെ ആദ്യത്തെ വലിയ അതെ, കറക്റ്റാണ്. ഒത്തിരി പാടിയാൽ മതി. ഓക്കെ, 3, 2, 1. നാണക്കാരിയാണ് കേട്ടോ, പ്രശ്നമാണ്. അല്ല, കുറച്ച് പേര് പാടും. പക്ഷേ പുലർമഴയിൽ ആർദ്രമാ ഹൃദയവുമാ. Thank you so much. വന്നപ്പോൾ തന്നെ ഇത്രയും മനോഹരമായ കൈയടികൾക്ക് ഹൃദയത്തിൽ തൊട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രസന്റഡ് ബൈ JB Luker USA. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ബിഗ് ബോസ് വീട് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ തമ്മിത്തല്ലുകളായിരുന്നു. മറുപടി പറയുവാൻ മടിയുണ്ടല്ലോ. നിന്റെ നുണക്കുഴി കണ്ടപ്പോ അടിവയറ്റിൽ മഞ്ഞുള്ള രാത്രി, നിന്റെ ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചുള്ള രാത്രി. ബാക്കി കൊടുക്കാവും. അറിയാത്ത ചേച്ചി മാറ്റി ചേട്ടന്മാർക്കൊക്കെ മനസ്സിലാവും. ഇതാണ് നമ്മുടെ നസ്രീൻ കടന്നു പ്ലീസ്. താങ്ക് യു വിനീതേട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. എന്റെ പെൺകുട്ടികളെ, നിങ്ങളുടെ ആരാധനാ പാത്രമായിട്ടുള്ള ഞാൻ വരുമ്പോ ഇങ്ങനെയാണോ കൈയടിക്കേണ്ടത്? നല്ലൊരു കൈയടി. അതാണ് വേണ്ടത്. മാറ്റാടുക ദൈവം അർത്ഥങ്ങൾ മാറ്റാം. ഗൈസ്, അപ്പോൾ നമ്മളെ വൈബ് ചെയ്ത് ഡാൻസ് കളിച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ചാലക്കുടിയിലത്തെ സിംഗർ വന്നിട്ട് പാട്ട് പാടി വൈബാക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും വൈബായിട്ട് ഡാൻസും കളിച്ച് പാട്ടൊക്കെ ആഘോഷിച്ച് സെറ്റാക്കിയാണ് നമ്മുടെ പെരുന്നാളിൻ്റെ തുടക്കം. സോ ഗൈസ്, കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ നമുക്ക് ഫോം പാർട്ടി തുടങ്ങിയിട്ടുണ്ട് സെറ്റായിട്ട്.
അപ്പം അങ്ങനെ പള്ളിയിലെ ഗാനമേളം പരിപാടിയും തുള്ളലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു പോവുകയാണ്. കാറിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഫോം പാർട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുള്ള് നനഞ്ഞ് ഇല്ലാണ്ടായി. സോ ഇനി വണ്ടി കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നടന്നു പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? പരിപാടി അടിപൊളിയായിരുന്നു ഗൈസ്. ആദ്യമൊക്കെ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ മറ്റേ മഹേഷ് കുഞ്ഞുമെന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ മെമിക്രി ആർട്ടിസ്റ്റ് കുറേ സംഭവങ്ങളൊക്കെ കിടലനായിട്ട് ചെയ്തു. പക്ഷെ ഗാനമേളയുടെ ഇടയ്ക്കായതുകൊണ്ട് ചെറിയൊരു ഇത് തോന്നിയെങ്കിലും പുള്ളിയുടെ സംഭവങ്ങളൊക്കെ തീയായിരുന്നു, ഒരു രസം ഉണ്ടായില്ല. പിന്നെ അവസാനമായപ്പോഴാണ് അവരും ചാർജായി നമ്മളും ചാർജായി സെറ്റായിരുന്നു. പിന്നെ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള പരിപാടികളായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്ര നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ നിങ്ങൾ പല ബാൻഡ് സെറ്റ് ചെമ്പക്കൊട്ട് പരിപാടികളൊക്കെ ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പം ബൈ.